ഹലോ ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഇന്നത്തെ ചമ്പനീർപ്പൂവിൻ്റെ കഥ കേൾക്കണ്ടേ? ഇന്നത്തെ ചമ്പനീർപ്പൂവിൽ രേവതിക്കുള്ള പണി കൊടുത്തു ശ്രുതി. രേവതിക്കുള്ള ഓർഡർ അവൾ എഴുതിയെടുത്തു, അവൾ പറയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ശ്രുതി ചോദിക്കുന്നുണ്ട്, എന്തിനാ ശ്രുതി രേവതിക്കുള്ള ഓർഡർ നീ എഴുതിയെടുക്കുന്നത് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, രേവതിക്ക് വന്നിട്ടുള്ള ഓർഡർ അതമ്മ ഇത് വലിയ ഓർഡറാണല്ലോ പറയണം. ഇവർ ഇടയ്ക്കിടയ്ക്ക് രേവതിക്ക് ഓർഡർ കൊടുക്കാറുള്ളതാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഓർഡർ രേവതിയോട് പറയരുത്. നാളെ കിട്ടാത്ത സമയമാകുമ്പോൾ അവർ വിളിച്ച് ചോദിക്കും രേവതിയോട്. അപ്പോൾ രേവതി അറിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ എന്തുണ്ടാവുക? അവർ തമ്മിൽ വഴക്കാവും. അങ്ങനെ ഒരു കസ്റ്റമർ രേവതിക്ക് നഷ്ടപ്പെടും. അപ്പോൾ ശ്രുതി പറയാണ്, അത് ശരിയാണ്, പക്ഷേ ഇതുപോലെ ഇനിയും കുറേ കസ്റ്റമേഴ്സ് ഉണ്ട്, പക്ഷെ നമ്മളെ കൊണ്ട് ഇങ്ങനെയല്ലേ ചെയ്യാൻ പറ്റുള്ളൂ ശ്രുതി എന്ന് പറയാണ്. അതൊക്കെ പോട്ടെ, നീ പറഞ്ഞതൊക്കെ നീ അത് മുടക്കി, അതൊക്കെ ശരി, അതൊക്കെ ഓക്കെയാണ്, പക്ഷെ നീ എന്തിനാ അമ്മയുടെ പേര് പറഞ്ഞു ചോദിക്കുമ്പോൾ ഇത് ഞാനാ പറഞ്ഞതെന്ന് അറിഞ്ഞാൽ അത് പ്രശ്നമാവില്ലേ ശ്രുതി? അതുകൊണ്ടാണ് ഞാൻ ആൻറ്റിയുടെ പേരെടുത്തിട്ട്. നീ ചെയ്തതൊക്കെ നല്ല കാര്യം തന്നെയാണ്, പക്ഷേ ആൻറ്റിയുടെ പേരെടുത്തിട്ടുണ്ടായിരുന്നു പറയാം. ശ്രുതി ഒന്നും മിണ്ടാതിരുന്ന ശ്രുതിക്ക് കട തുറക്കണ്ടേ? ശ്രുതി കടയിലേക്ക് പോയാൽ പറയണം, അപ്പോൾ ശ്രുതി നീ വരുന്നില്ലേ? ഞാൻ ഉച്ചയ്ക്ക് ശേഷം വരണേ, നേരം വൈകരുതേ പറയാം. അപ്പോൾ ഇല്ല പറഞ്ഞിട്ട് അങ്ങനെ ശ്രുതി കടയിലേക്ക് പോണു. ശ്രുതി അവിടെ നിൽക്കുന്ന സമയത്ത് ശ്രുതിക്ക് മീരയുടെ കോൾ വരികയാണ്. എന്താ മീര, എന്താ വിളിച്ച് ചോദിക്കുമ്പോൾ, നീ എവിടെ വയ്ക്കുമ്പോൾ ഞാൻ വീട്ടിലുണ്ട് പറയുന്നത്, ഞാൻ വീടിൻ്റെ പുറത്തുണ്ട്, നീ ഇങ്ങോട്ട് ഇറങ്ങി വാ പറയാം. എന്താ മീര ചോദിക്കുമ്പോൾ, ഒരു കാര്യമുണ്ട്, നീ ഇങ്ങോട്ട് ഇറങ്ങി വാ പറയാം. അങ്ങനെ ശ്രുതി മീരയുടെ അടുത്തേക്ക് ഇറങ്ങി പോവാണ്. ഇറങ്ങി പോകുമ്പോൾ എന്താ മീര, എന്താ അർജൻറ്റ് ചോദിക്കുമ്പോൾ പറയും, ശ്രുതി ഭയങ്കര കുഴപ്പമടി പറയും. അപ്പോൾ എന്താ ചോദിക്കുമ്പോൾ പറയും, ആ വീരാനിക്കയ്ക്ക് ജീവിക്കാൻ നിവർത്തിയില്ലാത്ത പാകമായിട്ടിരിക്കുന്ന ആൾക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയായി എന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചിട്ടുണ്ടായെന്ന് പറയും. അപ്പോൾ എന്താ ചോദിക്കുമ്പോൾ പറയും, ഈച്ച വീണ്ടും വീരാനിക്കാൻ അന്വേഷിച്ച് നോക്കുമ്പോൾ ഈച്ച മാത്രമല്ല ശ്രുതി, ഈച്ച മാത്രമല്ല രേവതി വീരാനിക്കാൻ അന്വേഷിച്ചിറങ്ങി. അതിന് രേവതിക്കൊന്നും സംശയമൊന്നുമില്ലല്ലോ, നമ്മളെ സംശയമൊക്കെ ക്ലിയർ ചെയ്തതല്ലേ എന്ന് ചോദിക്കുകയാണ്. അതല്ല ശ്രുതി, അതിലൊരു പ്രശ്നമുണ്ട്. രേവതി ഷൂട്ടിംഗ് ലൊക്കേഷനിലത്തെ മറ്റേ സീരിയലിൻ്റെ പ്രൊഡ്യൂസറോട് പോയിട്ട് വീരാനിക്കനെ പറ്റി അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു പറയാം. അതെയോ, എന്നിട്ട് എന്താണ്ടായി? അവർ വല്ലതും പറഞ്ഞില്ല. വീരാനിക്ക അങ്ങനെ ചെറിയ റോളിൽ വരുന്ന ആളല്ലേ, അതുകൊണ്ട് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഒന്നും ഇവർക്ക് അറിയില്ലല്ലോ, അതുകൊണ്ടൊന്നും പറഞ്ഞില്ല. നീ സൂക്ഷിക്കണം ശ്രുതി, നിൻ്റെ കള്ളത്തരങ്ങൾ പൊളിക്കാനാണ് അവർ നടക്കണത് എന്ന് പറയണത്. വീരാനിക്ക എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അയാളെ നമ്മളെ ഒറ്റ കൊടുക്കുക, അയാൾക്ക് പൈസ വേണ്ടി വരില്ല, അയാൾ ബ്ലാക്ക് മെയിൽ ചെയ്യുമെന്ന് എനിക്ക് അറിയായിരുന്നു, അയാൾ വരും എന്നറിയാതെ. നീ എന്തറിഞ്ഞിട്ടാണ് ശ്രുതി പറയണ? വീരാനിക്കനെ പോലെ ഇത്രയും നല്ലൊരു മനുഷ്യനെ നീ കണ്ടിട്ടുണ്ടാവില്ല, അദ്ദേഹം ഒരിക്കലും ബ്ലാക്ക് മെയിൽ ഇല്ല, അദ്ദേഹത്തിന് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയായി എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം വിളിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിന് എന്തെങ്കിലും ഒരു പ്രതിവിധി കണ്ടുപിടിക്കണം നമ്മളെന്ന് പറയണം. നോക്കാം, നീ മീര, ഇതിനൊക്കെ കാരണം രേവതിക്കുള്ളൊരു പണി കൊടുക്കണം. രേവതി ഇനി പുറത്തിറങ്ങാത്ത രീതിയിൽ എന്തെങ്കിലും ചെയ്യണം രേവതിനെ. ശ്രുതി നീ എന്താ പറയണം? അതെ, രേവതിക്കുള്ളൊരു പണി കൊടുക്കാറുണ്ട്. രേവതി ഇനി ഒരിക്കലും ഇതിനെ അന്വേഷിച്ചിട്ട് പുറത്തിറങ്ങരുത്, വീടിന് പുറത്തിറങ്ങരുത്, കുറച്ച് ദിവസം വീടിൻ്റെ ഉള്ളിൽ തന്നെ കിടക്കണം, എന്നാലേ ശരിയാവുള്ളൂ എന്നൊക്കെ പറയണം. അതിനുള്ള എന്തെങ്കിലും പണി കൊടുക്കണം രേവതിക്ക്. ഞാൻ ഒരു വഴി കണ്ടിട്ടുണ്ട് പറയാണ് ശ്രുതി. അങ്ങനെ രേവതീനെ എന്തോ അപായപ്പെടുത്താനുള്ള പരിപാടിയാണ് ശ്രുതി പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞു. പിന്നെ ആൻ്റണീനെയും കുണ്ടങ്ങളെയാണ് കാണിക്കുന്നത്. അവർ അതിൻ്റെ കൂടെ നമ്മുടെ ശരത്തും ഉണ്ട്. അവരൊരു വീട്ടിൽ പോകണു. വീട്ടിൽ പോയിട്ട് കോളിംബെല്ലടിക്കുമ്പോൾ ഒരു സ്ത്രീ വന്ന് വാതിലോർക്കണോ, പ്രതീക്ഷയില്ല ഇവിടെ ചോദിക്കുമ്പോൾ ഇല്ല. നിങ്ങൾ ആരാ എന്താ ചോദിക്കുമ്പോൾ ഇവർ വേഗം അകത്തേക്ക് കയറണം. നിങ്ങൾ എന്ത് മര്യാദയെ കാണിക്കണം? ഒരു വീട്ടിൽ കയറി വന്നിട്ട്, ഒരു പരിചയമില്ലാത്ത വീട്ടിൽ കയറി വന്നിട്ട് നിങ്ങൾ എന്തിനാ അകത്തേക്ക് കയറണം എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ പറയാണ്, നിൻ്റെ ഹസ്ബൻഡിനെ വിളിക്കുക, ചേട്ടൻ ഇവിടെ ഇല്ലേ പറയണം. ചേട്ടൻ എവിടെ ചോദിക്കുമ്പോൾ പുറത്ത് പോയൊക്കെ പറയണം. ശരി, ഇന്ന് ആൾ വരണവരെ ഞങ്ങളിവിടെ ഇരിക്കാം, ഫുഡ് ഉണ്ടോ വല്ലതും കഴിക്കാൻ, ഞങ്ങൾക്ക് വിശന്നിരിക്കാൻ വയ്യ, ഫുഡ് വല്ലതും ഉണ്ടെങ്കിൽ തായോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടാക്കുക എന്നൊക്കെ പറയണം. ശരത്തെ നിനക്ക് വിശക്കുണ്ടോടാ? അവർക്ക് വിശക്കുണ്ടോ എന്നൊക്കെ അങ്ങനെ ചോദിക്കണം. ഞങ്ങൾക്ക് വിശക്കുന്നുണ്ട് പറയണം. നിങ്ങൾ എന്ത് മര്യാദയെ കാണിക്കും? നിങ്ങൾ ചെയ്യുന്നത് ശരിയാണോ? നിങ്ങൾ ആരാ എന്താണെന്ന് പോലും ഞങ്ങൾക്ക് അറിയില്ല. എന്നാൽ നിങ്ങളൊരു കാര്യം ചെയ്യേ, നിൻ്റെ ഭർത്താവിനെ വിളിച്ചിട്ട് ആൻ്റണി വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ആ സ്ത്രീ ഭർത്താവിനെ വിളിച്ചിട്ട്, ഏട്ടനെ എവിടെ ചോദിക്കുമ്പോൾ ഞാൻ ഇവിടെ ഉണ്ട്, എൻ്റെ ചോദിക്കുമ്പോൾ പറയും, ആൻ്റണി വന്നിട്ടുണ്ട് ഏട്ടാ, ഇവിടെ വന്നിട്ട് ഇരിക്കുന്നുണ്ട് പറയും. അതെയോ, ഞാൻ അപ്പോൾ വരാമെന്ന് പറയും. അപ്പോൾ ഇയാളിരിക്കുന്നത് സച്ചിയുടെ കാറിൻ്റെ ഉള്ളിലാണ്. അങ്ങനെ ഇയാൾ വേഗം വീടിൻ്റെ അവിടെ എത്തിയിട്ട് സച്ചിയുടെ അടുത്ത് എത്ര രൂപ ചോദിക്കുമ്പോൾ 500 രൂപ പറയുമ്പോൾ സച്ചിക്ക് പൈസ കൊടുത്തിട്ട് ഇയാൾ വേഗം കാറിൽ നിന്ന് ഇറങ്ങി വീടിൻ്റെ ഉള്ളിലേക്ക് ഓടുകയാണ്. അപ്പോൾ സച്ചി പൈസ മേടിച്ചു കഴിഞ്ഞിട്ട് കാർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കാർ സ്റ്റാർട്ടാവില്ല. അപ്പോൾ സച്ചി വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് നോക്കുകയാണ്, എന്താ പറ്റിയാണാവോ എന്നൊക്കെ അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നോക്കുമ്പോൾ പെട്ടെന്ന് കാറിൻ്റെ ഉള്ളിൽ ഇയാളുടെ ബാഗ് മറന്നു വെച്ചിരിക്കണതാണ്. അയ്യോ, സാറ് ബാഗ് മറന്നു വെച്ചല്ലോ, സാറിന് ബാഗ് കൊടുക്കണ്ടേ എന്നിങ്ങനെ വിചാരിച്ചിട്ട് സച്ചി ബാഗ് കൊടുത്തിട്ട് അവർ വീട്ടിലേക്ക് കയറുന്ന സമയത്താണ് ആൻ്റണീനെയും ഗുണ്ടകളെ അതിൻ്റെ ഉള്ളിൽ കണ്ടത്. അപ്പോൾ ആൻ്റണി വന്നിക്കുന്നത് വേറൊന്നിനല്ല, ഇയാൾ 3 ലക്ഷം രൂപ, ഇയാളുടെ ബിസിനസ് ഡള്ളായ സമയത്ത് 3 ലക്ഷം രൂപ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് തിരിച്ചു മേടിക്കാനാണ് ആൻ്റണി വന്നിരിക്കണം. അപ്പോൾ ഇയാൾ പറയുന്നുണ്ട്, പലിശ മുതലായിട്ട് ഞാൻ അതിലും കൂടുതൽ തന്നല്ല ആൻ്റണി നിനക്ക്,
ഇനി നീ എന്തിനെന്നെ ഇങ്ങനെ ഉപദ്രവിക്കണം? ഈ മാസത്തെ പലിശ കൂടി ഞാൻ കറക്റ്റായിട്ട് തന്നതല്ല, ഇനിയിപ്പോൾ വേണ്ടല്ലോ. അല്ല എനിക്കിപ്പോൾ അർജൻറ്റായിട്ട് 1,00,000 രൂപ വേണം. ഞാൻ കൊടുക്കുന്ന ആൾക്കാരുടെ അടുത്ത് നിന്ന് പൈസ മേടിച്ചുകൊണ്ടിരിക്കുക. എനിക്ക് അർജൻറ്റായിട്ട് 1,00,000 രൂപ വേണം. നീ വേഗം എനിക്ക് 1,00,000 രൂപ താ പറയുമ്പോൾ നീ ഇങ്ങനെ പെട്ടെന്ന് ചോദിക്കുമ്പോൾ ഞാൻ എവിടുന്ന് ആൻ്റണി 1,00,000 രൂപ എടുത്ത് തരിക? നീ എനിക്ക് കുറച്ച് സാവകാശം തരാം. ഞാൻ പറഞ്ഞതല്ലേ 1 വർഷം കഴിഞ്ഞിട്ട് നീ തന്നാൽ മതി എന്ന് പറഞ്ഞിട്ടല്ലേ നീ എനിക്ക് പൈസ അതൊക്കെ ശരിയാണ്, പക്ഷേ എനിക്കിപ്പോൾ അത്യാവശ്യമുണ്ട് പറയണ ആൻ്റണി. അപ്പോൾ ഇയാൾ പറയും ഞാൻ ഒരു നിവർത്തിയില്ല ആൻ്റണി. അപ്പോൾ നീ ഇത് പറഞ്ഞിട്ടൊന്നല്ലല്ലോ എൻ്റെ അടുത്ത് നിന്ന് പൈസ മേടിച്ചത്. എൻ്റെ ബിസിനസ് ഡള്ളായ സമയത്തല്ലേ ഞാൻ പൈസ മേടിച്ചത്. നിനക്ക് വലിയ വീടും ഇതൊക്കെ ഉണ്ടല്ലോ പറയുമ്പോൾ പറയാം എൻ്റെ ബിസിനസ് ഡള്ളായ സമയത്തല്ലേ ഞാൻ മേടിച്ച ആൻ്റണി. നീ അത് മനസ്സിലാക്കുക. നിനക്ക് ഞാൻ പൈസ തരാതിരിക്കില്ല, തരും എന്നൊക്കെ പറയണം. ഞാൻ പൈസ അല്ലേ ചോദിച്ചുള്ളൂ, അല്ലാണ്ട് ഇതിന് പകരം നിൻ്റെ ഭാര്യനെ എൻ്റെ കൂടെ കിടത്തണമെന്ന് ഞാൻ പറഞ്ഞില്ല. വൃത്തികെട്ടവനെ എന്ന് പറഞ്ഞിട്ട് അയാൾ അടിക്കാൻ തുടങ്ങുകയാണ് ആൻ്റണീനെ പ്രതീക്ഷ. ആ സമയത്ത് നിനക്ക് പൈസ ചോദിക്കുമ്പോൾ നിനക്ക് ബുദ്ധിമുട്ടുണ്ടല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് ആൻ്റണി അങ്ങോട്ട് തല്ലുവിടുന്ന സമയത്താണ് നീ പൈസ ഇങ്ങോട്ട് തന്നില്ലെങ്കിൽ തരാനുള്ള പണി ഞാൻ നോക്കാം. എന്ത് പണിയാന്ന് ചോദിക്കുമ്പോൾ ശബ്ദം കേൾക്കുമ്പോൾ ഇവർ നോക്കുമ്പോഴാണ് സച്ചി ഫ്രണ്ടിൽ വന്നിട്ടുണ്ടാണ്. അപ്പോൾ സച്ചി പറയും സാർ ബാഗ് മറന്നു വെച്ചോ, തരാൻ വേണ്ടി വന്നത്. അവൻ്റെ ബാഗ് കൊടുക്കും. നീ എന്താണ് അവിടെ മെറിറ്റിന് വയ്ക്കുമ്പോൾ ഇവൻ എൻ്റെ അടുത്ത് നിന്ന് പൈസ മേടിച്ചിട്ടുണ്ടെന്ന് മേടിക്കാൻ വേണ്ടി ഞാനിത് മുഴുവൻ നീ. അപ്പോൾ സച്ചി എന്ത് ചെയ്യും? ഇവർ പറയണത് ഇയാളെ മിരട്ടണത് മുഴുവൻ സച്ചിയുടെ ഫോണിൽ വീഡിയോ എടുക്കും. എന്നിട്ട് പറയും ഞാനിത് പോലീസ് സ്റ്റേഷനിൽ കാണിച്ചാൽ നിൻ്റെ അവസ്ഥ എന്താണെന്ന് പറഞ്ഞാൽ നീ അഴി എണ്ണാറാവും, മര്യാദയ്ക്ക് ഇരുന്നോ ആൻ്റണി, അതാണ് നിനക്ക് നല്ലത്. നീ അപ്പോൾ ആൻ്റണിയോട് കൊണ്ടുവന്നിട്ട് നീ എന്താടാ ചോദിക്കുമ്പോൾ സച്ചി അവനെ ഇട്ടിട്ട് പെട്ടയ്ക്കുന്നിട്ട് അപ്പോൾ ആൻ്റണി പറയും നിർത്തടാ പറയും. അപ്പോൾ ആൻ്റണിയോട് പറയും നീ മര്യാദയ്ക്ക് നേരവണ്ണം സംസാരിച്ചു, അദ്ദേഹം മുതലും പലിശയും കൂടി അതിലും കൂടുതൽ നിനക്ക് തന്നു എന്നല്ലേ പറഞ്ഞു, പിന്നെ എന്തിനാണ് നീ അദ്ദേഹത്തെ ഉപദ്രവിക്കുന്നത് എന്നൊക്കെ ചോദിക്കുക. അപ്പോൾ എന്തിനാ സാർ ഇവൻ്റെ അടുത്ത് നിന്നൊക്കെ പൈസ മേടിച്ച് ചോദിക്കുമ്പോൾ ഇങ്ങനെ പറയും ബിസിനസ് ഡള്ളായ സമയത്ത് മേടിച്ചതാന്നൊക്കെ പറയും. മര്യാദയ്ക്ക് നീ ഇവിടുന്ന് പൊക്കാതെ നിനക്ക് നല്ലത്. ആൻ്റണി ഞാൻ പോലീസിനെ വിളിക്കുമ്പോൾ പോലീസിനൊന്നും വിളിക്കേണ്ട. അപ്പോൾ പ്രതീഷിൻ്റെ ഭാര്യ പറയും ചേട്ടൻ പോലീസിനെ വിളിക്കുക, ഇങ്ങനെ ചെയ്യണവരെ പോലീസിൽ ഏൽപ്പിക്കുന്നേ വേണ്ട, വീഡിയോ ഉണ്ടല്ലോ നമുക്ക് തെളിവ് പറയുമ്പോൾ വേണ്ട പോലീസിനെ വിളിക്കേണ്ട, ഞാൻ 1 മാസത്തെ സമയം തരാം, അതിനുള്ളിൽ എൻ്റെ മുഴുവൻ പൈസ തന്നെ 1 മാസത്തിനുള്ളിൽ ഞാൻ തരാൻ പറ്റില്ല ആൻ്റണി എന്നൊക്കെ പറയുമ്പോൾ ആൻ്റണി വീണ്ടും തല്ലുകൂടും. അപ്പോൾ സച്ചി പറയും പോലീസിനെ വിളിക്ക് ചേട്ടാ, അല്ല പോലീസിനെ വിളിക്ക് സാർ, അതല്ലേ നല്ലതെന്ന് പറയും. അപ്പോൾ ആൻ്റണി പറയില്ല ഞാൻ പോവുകയാണ് തൽക്കാലം, പക്ഷേ ഞാൻ ഇനി വരും ജയിച്ചു എന്ന് വിചാരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങുന്ന സമയത്ത് നീ അങ്ങനെ പറഞ്ഞിട്ട് ഇറങ്ങിപ്പോകാൻ വരട്ടെ, 1 മാസത്തിനുള്ളിൽ നിനക്ക് തരണമെന്നില്ല, നിനക്കുള്ളൊരു പണി ഞാൻ തരാൻ വേണ്ടിട്ട് സച്ചി പറയും സാർ പോയിട്ടൊരു പേപ്പറും പേന എടുത്തിട്ട് പറയാം. അപ്പോൾ അയാൾ പറയും പ്രതീക്ഷ പറയും നീ പോയിട്ടൊരു പേപ്പറും പേന എടുത്തിട്ട് വാ പറയും വൈഫിനോട്. അങ്ങനെ പേപ്പറും പേന എടുത്തിട്ട് വരികയാണ്. എന്തോ ആൻ്റണിക്കുള്ളൊരു പണിയാണ് സച്ചി അതിൽ കരുതിയേക്കണത്, എന്താണെന്നറിയില്ല. അങ്ങനെ ക്ലൈമാക്സിലാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ എൻ്റെ കഥ കേട്ട് ഇഷ്ടപ്പെട്ട കൂട്ടുകാരെ എൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ കഥയ്ക്ക് ഇത്തിരി സ്പീഡ് കൂടിപ്പോയോ എന്ന് എനിക്ക് സംശയം, ഞാൻ പുറത്തേക്ക് പോകാൻ നിൽക്കുക. അപ്പോൾ ഞാൻ ഈ കഥ പറയാതെ നിങ്ങൾ കേൾക്കാനിരിക്കുന്നവർക്ക് വിഷമം ഉണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഓക്കെ, താങ്ക് യു.